സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചെറുപുഴ ഭൂതാനത്തിൽ ക്യാൻസർ രോഗബാധിതയായ അമ്മയെ ശ്വാസം മുട്ടിച്ച് വധിക്കാൻ ശ്രമിച്ച 34-കാരനായ സതീഷ് എന്ന യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചെറുപുഴ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പയ്യന്നൂർ ഡിവൈഎസ്പിയാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. സമൂഹം ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രായമായ മാതാപിതാക്കൾ തങ്ങൾക്ക് ഭാരമാകുന്നു എന്ന കാഴ്ചപ്പാടിൽ അവർക്കു നേരെ ചെയ്തു കൂട്ടുന്ന പല രീതിയിലുള്ള ക്രൂരതകൾക്ക് താക്കീത് തന്നെയായിരിക്കണം ഇതുപോലുള്ളവന് കിട്ടുന്ന ശിക്ഷ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ ഡിവൈഎസ്പി പത്രപ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിൽ ഇപ്രകാരം പറയുകയാണ്. ഒരു അമ്മ വയ്യാതെയാകുമ്പോൾ മക്കൾക്ക് ഭാരമാകുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു കേസാണ് ഇതിൽ കാണുന്നത്. അവനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, രാത്രിയാകുമ്പോൾ അമ്മയുടെ ശബ്ദങ്ങളുണ്ടാകുന്നു, ഉറക്കം ഡിസ്റ്റർബ് ആകുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അമ്മയോട് കലിപ്പുണ്ടായിട്ട് അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. കഴുത്തിൽ കൈകൊണ്ട് ഞെരിക്കുകയും തലയണ കൊണ്ട് മുഖത്ത് അമർത്തുകയും ചെയ്ത് അമ്മ ബോധം കെട്ട് വീണപ്പോൾ പിന്നെ അമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് അമ്മയെ എടുത്ത് കിടത്തി ഭാര്യ വീട്ടിൽ പോയ ഭാര്യയെ വിളിച്ചു വരുത്തി. അമ്മ ബാത്റൂമിൽ വീണു മരണപ്പെട്ടു എന്ന രീതിയിൽ വിളിച്ചു വരുത്തി. ഭാര്യ വന്ന് നോക്കുമ്പോൾ ബോധമുള്ളതായിട്ട് മരണപ്പെട്ടില്ല എന്നും ജീവനുണ്ടായിട്ട് ബോധ്യപ്പെട്ടു. തൊട്ടടുത്ത ആളുകളെ വിളിച്ചു വരുത്തി മുഖത്ത് വെള്ളമൊക്കെ തെളിയിച്ചു. ഇവരെ ബോധം തെളിയിച്ചു വന്നപ്പോൾ അവർ ചെറിയ ദുരിതം മകനെ ഉപദ്രവിച്ചാണെന്ന് പറയുകയുണ്ടായി. അവരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമുക്ക് പോലീസ് വിവരം കിട്ടുന്നത് ആശുപത്രിയിൽ നിന്ന് ഒരു ഇൻറ്റിമേഷൻ വന്നതാണ് അമ്മയെ മകൻ ഉപദ്രവിച്ചു എന്ന രീതിയിൽ മാത്രം. നമ്മൾ കൂടുതലായി വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ അത് ഉപദ്രവമല്ല, ഒരു വധശ്രമമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമ്മയും കൊണ്ടുപോയ മകളും കുടുംബക്കാരും പോയിട്ടായിരുന്നു. അവരവിടുന്ന് നമ്മുടെ കുട്ടിയെ കസ്റ്റഡി എടുക്കുകയും അവനെ ചോദ്യം ചെയ്ത് ആദ്യം നിശ്ചയിച്ചും പിന്നെ കാര്യങ്ങൾ അവൻ സമ്മതിക്കുകയാണ് ഉണ്ടായത്. ഇതൊരു വളരെ ദാരുണമായ സംഭവമാണ്. കാരണം അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്രയോ ദിവസങ്ങൾ അമ്മമാർ ഉറക്കമൊഴിച്ചിട്ടാണ് കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയിരുന്നത്. മക്കൾക്ക് അമ്മ ഭാരമാകുന്ന രീതിക്കാവുന്നു, അവർക്ക് ഉറക്കം പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അമ്മയെ കൊല്ലാൻ പോലും മക്കൾ പഠിക്കാത്ത ഒരു വലിയൊരു ഭീകരമായ അവസ്ഥ നമുക്കുണ്ടെന്നുള്ള തെളിവും കൂടിയാണ്. ഇതിനു മുമ്പും പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. ലഹരിക്ക് അടിമപ്പെട്ട മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇതിൽ നമുക്ക് വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി കർശനമായ നടപടി ഇതിലുണ്ടാവും. അതുകൊണ്ട് 307 കേസെടുത്ത് നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.